ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും myheavenലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ വീട്ടിൽ നിറച്ച് കാറ്റ്സ്ക്ലോ ഉണ്ടായിട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. 3-4 വർഷമായി. എന്നിട്ട് ഇപ്പോഴാണ് ഇത്രയധികം പൂ ഉണ്ടാകുന്നത്. ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇത്ര ഒന്നും പൂക്കൾ ഉണ്ടായിട്ടില്ലായിരുന്നു. ഈ കാറ്റ്സ്ക്ലോ ഞങ്ങൾ വാങ്ങിയപ്പോൾ ഇത് ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇത് അധികം ആരുടെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആണെങ്കിൽ ഉള്ള വീടുകളിലെല്ലാം നമ്മൾ ഈ കാറ്റ്സ്ക്ലോ പൂത്ത് വെക്കുന്നത് കാണാം. ഇത് നമ്മളൊക്കെ മതിലിൽ കയറ്റി വിടാൻ പറ്റും. പിന്നെ നമുക്കിത് ആർച്ചൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റും. ഞങ്ങളുടെ വലിയ സെറ്റപ്പായിട്ടുള്ള ആർച്ചൊന്നുമല്ല, ഞങ്ങൾ തന്നെ പൈപ്പൊക്കെ വളച്ചുണ്ടാക്കിയ ഒരു ആർച്ചാട്ടോ ഇത്. ഇടയ്ക്കൊക്കെ ഇതിൽ ചെറുതായിട്ട് 2-3 പൂക്കളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ സീസൺ. ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇത് നിറച്ച് ഇതുപോലെ പൂക്കൾ ഉണ്ടാവുന്നത്. ഇതിലിപ്പോൾ പൂക്കളില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഇല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഗ്രീൻ കളറൊക്കെ ആയിട്ട് നല്ല ചെറിയ ഇലകളാണ്. ഇതിനകത്ത് പൂക്കളില്ലാത്തപ്പോൾ തന്നെ ഈ ഇലകളൊക്കെ തിങ്ങിക്കൂടി നല്ല തിക്കായിട്ടിരിക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇതിപ്പോൾ ആർച്ചിൽ കയറ്റി വിടുന്നതിനേക്കാളും നല്ലത് മതിലിൽ കയറ്റി വിടുന്ന കേട്ടോ. ഇപ്പോൾ ഈ ഒരു പൂ ഉണ്ടാകുന്ന സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് നിറച്ച് മഞ്ഞ പൂക്കൾ നിറഞ്ഞിരിക്കുമ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഇലകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. 3 വർഷം കൊണ്ടൊക്കെ ഇത് നല്ലപോലെ വളരേണ്ടതാണ്. പക്ഷെ ഞങ്ങളുടെ ഇത്ര കെയർ കുറവ് കാരണമാണ് ഇതിങ്ങനെ ഇത്രയൊക്കെ വളർന്നിരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും പൂക്കളുള്ള കുറേ പേരുടെ വീടുണ്ടാവും. പക്ഷേ ഇത് ഇത്രയും പൂക്കളുണ്ടായ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണ്. ഇതിന് മുമ്പൊന്നും ഇതിന് അധികം ഇത്രയൊന്നും പൂക്കൾ ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ വർഷം ഇത് ഇത്രയും പൂക്കളായിട്ട് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങളിതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോ കാണാറുണ്ട്. ഈ ഒരു കാറ്റ്സ്ക്ലോ വളർത്തരുത്, ഇത് കയറ്റി വിട്ടാൽ ഭയങ്കര ദോഷമാണ് ഇങ്ങനെയാണെന്നൊക്കെ. അതങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ആർച്ചിലും അതിലേലും ഒക്കെ കയറ്റി വിട്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ ചില ചെടിയിലൊക്കെ ഇത് കയറ്റി വിടുമ്പോൾ ഇത് ഫുള്ള് നല്ലപോലെ പടർന്ന് ആ ചെടീനെ തന്നെ നാശാക്കി കളയും. അതുകൊണ്ടാണ് ഇത് വളർത്തരുതെന്നൊക്കെ പറയുന്നത്. ഇത് സാധാരണ പോലെ തന്നെ ആർച്ചിലും അതിലൊക്കെ കയറ്റി വെച്ചാൽ ഒരു കുഴപ്പമില്ല ഈ ചെടിയെ കൊണ്ട്. ഇത്ര വണ്ണമുള്ള കമ്പൊക്കെ വെച്ച് നമുക്കിത് നട്ടുപിടിപ്പിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണേ.